രണ്ടാനച്ഛന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രാവിലെ 10 മണിക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച ശേഷം വെന്റിലേറ്റർ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനിടെ കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റിലായ രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെ കോടതി റിമാൻഡ് ചെയ്തു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുട്ടിയുടെ ശ്വസനം നടക്കുന്നത്. രക്തസമ്മർദ്ദം ക്രമപ്പെടുത്താനായി മരുന്നുകളും നൽകുന്നു. തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. വെന്റിലേറ്റർ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ 10 മണിയോടെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷമാകും തീരുമാനമുണ്ടാവുക. ഇതിനിടെ കുട്ടിയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ അരുൺ ആനന്ദിനെ കോടതി റിമാൻഡ് ചെയ്തു. ഇടുക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ആക്കിയ ഇയാളെ മുട്ടം ജയിലിലേക്ക് മാറ്റി. മൃതപ്രായനായി ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ അരുൺ നേരത്തെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും തെളിഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലടക്കം പരിക്കുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പോക്സോ കുറ്റവും ചുമത്തി. ഇളയ കുട്ടിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷലായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. കുറ്റകൃത്യവുമായി കുട്ടികളുടെ അമ്മയ്ക്കും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത അടക്കമുള്ള കാര്യങ്ങളിൽ അമ്മയുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കുട്ടിയുടെ നിലയിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? മറ്റു നടപടികൾ എന്തൊക്കെയാകും? വിശദാംശങ്ങൾ. ആര്യ, ആശാവഹമായ യാതൊരു പുരോഗതിയും കുട്ടിയുടെ നിലയിൽ ഇല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ശ്വസനം നടക്കുന്നത്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിനായി ചില മരുന്നുകളും നൽകുന്നുണ്ട്. ശരീരത്തിന്റെ അവയവങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതായത് ഇന്നലെ ഉണ്ടായിരുന്ന അതേ നിലയിൽ തന്നെയാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം കുട്ടിയെ വീണ്ടും പരിശോധിക്കും. ഇതിനുശേഷം പുതുതായി എന്തെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ, അല്ലെങ്കിൽ വെന്റിലേറ്റർ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വേണമോ എന്നീ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കും. എന്തായാലും കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ അമ്മയെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. കാരണം ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ അറിവോടുകൂടിയാണോ എന്നറിയുന്നതിനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മരണത്തിനും ജീവനും ഇടയിൽ തന്നെയാണ് ഇപ്പോഴും ആ കുട്ടി ഉള്ളത്. ആര്യ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരും. ഇന്നും ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ 2 പേർ കുഴഞ്ഞു വീണു മരിച്ചത് സൂര്യാഘാതമേറ്റാണെന്നാണ് സംശയം. സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സർക്കാർ ഉത്തരവിറക്കി. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സൂര്യാഘാത മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരും. ഇന്നലെ പാലക്കാട് വടകരപ്പതിയിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യവേ നല്ലൂർ സ്വദേശി ചിന്നമ്മാൾ, പാറശാലയിൽ കൃഷിപ്പണി ചെയ്യവേ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ കുഴഞ്ഞുവീണ് മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്നാണെന്ന് സംശയിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ 91 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 2 പേർക്ക് സൂര്യാഘാതമേറ്റു. 59 പേർ ചൂട് മൂലം പൊള്ളലേറ്റാണ് ചികിത്സ തേടിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതുവരെ വേനൽ മഴയിൽ 51% കുറവാണ് രേഖപ്പെടുത്തിയത്. അടുത്ത 3 ദിവസം മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത വേനലിൽ വടക്കൻ കേരളത്തിൽ പുഴകൾ വറ്റിവരണ്ടു തുടങ്ങി. കാസർഗോഡ് പുത്തികൈ പുഴയുടെ അവസ്ഥ പരിതാപകരമാണ്. വറ്റിവരണ്ട പുഴയിൽ ജലത്തിനായി കിണർ കുഴിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. എന്നാൽ വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെ മിക്ക പുഴകളും വറ്റിവരണ്ടു തുടങ്ങി. കടുത്ത വേനലിലും വറ്റാത്ത പുത്തികൈ പുഴയുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. വറ്റിവരണ്ട പുഴയിൽ ജലത്തിനായി കിണർ കുഴിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. പുഴയുടെ അക്കരെ കടക്കാൻ ചെമ്മണ്ണ് റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. വോർക്കാടിയിൽ നിന്നുള്ള പാലത്തിനടിയിലാണ് പുഴയുടെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചത്. പഴയ കാലങ്ങളിലാണെങ്കിൽ ജൂൺ മെയ് ലാസ്റ്റ് വരെ ഇവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരുപാട് കുഴിയുണ്ടായിരുന്നു ഈ പുഴ. ഇപ്പോൾ ഇത് കുഴിയെല്ലാം നീർന്ന് ഇപ്പോൾ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. വലിയ പരിഭ്രാന്തിയിലും കൂടിയാണ് ജനങ്ങൾ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ. പുത്തികൈ, മംഗൽപാടി പഞ്ചായത്തുകളിൽ ഏക്കർ കണക്കിന് നെൽകൃഷി ഈ പുഴയെ ആശ്രയിച്ചാണുള്ളത്. പ്രദേശത്തെ കമുക്, തെങ്ങ് കർഷകരും ഇപ്പോൾ ആശങ്കയിലാണ്.
രാപ്പകലില്ലാതെ പുഴയിൽ നിന്ന് മണലൂറ്റിയതും സമീപ പ്രദേശത്തെ കുന്നിടിച്ചു നിരത്തിയതും ജലസ്രോതസ്സുകളുടെ മരണത്തിന് കാരണമാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൊടും ചൂടിൽ ഒരിറ്റ് വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കോതമംഗലം താലൂക്കിലെ വടാട്ടുപാറ നിവാസികൾ. കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കാത്തതും ടാങ്കറുകളിലൂടെയുള്ള ജലവിതരണം ആരംഭിക്കാത്തതുമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിയത്. പുഴകളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും നാടായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറ, ചക്കിമേട് പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. ഉയർന്ന പ്രദേശങ്ങളായ ഇവിടെ കിണറുകളും നീരുറവകളും വറ്റിവരണ്ടു. ജലവിതരണം കാര്യക്ഷമമല്ലാതായതോടെ വേനൽ വടാട്ടുപാറയെ നരകതുല്യമാക്കി. കാലപ്പഴക്കം വന്ന ഉപകരണങ്ങൾ മാറ്റാത്തതും അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്യാത്തതും മൂലം പ്രദേശത്ത് വൻതോതിൽ കുടിവെള്ളം പാഴായി. പരാതി പറഞ്ഞു മടുത്ത പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ്. ഈ പമ്പ് ചെയ്തു പോകുന്ന പൈപ്പുകൾ കാലപ്പഴക്കം ചെന്നുള്ള പൈപ്പുകളായതിനാൽ വെള്ളം പൊട്ടിയൊഴുകി പോകുന്ന സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ഈ പഞ്ചായത്ത് അധികാരികൾ ജനങ്ങൾ പലവട്ടം അധികാരികളുടെ ഈ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഇത് പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുമില്ല. വരൾച്ച രൂക്ഷമായതോടെ കിലോമീറ്ററുകൾ താണ്ടി വനാതിർത്തിയിൽ നിന്ന് വെള്ളം ശേഖരിക്കേണ്ട ഗതികേടിലാണിവർ. വന്യമൃഗശല്യം മൂലം പുറത്തുപോയി വെള്ളം ശേഖരിക്കുന്നതും ബുദ്ധിമുട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾക്ക് വെള്ളം എത്തുന്നില്ല. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് വനപ്രദേശങ്ങളിൽ പോയി വെള്ളം ശേഖരിക്കുവാനും സാധിക്കുന്നില്ല. ചെറുകിട ജലവിതരണ പദ്ധതികൾ കാര്യക്ഷമമാക്കി കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. കൊട്ടാരക്കര വെട്ടിക്കവലയിൽ സംരക്ഷണമില്ലാതെ പഞ്ചായത്ത് കുളം നശിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ മണ്ണും എക്കലും അടിഞ്ഞുകൂടി ഉറവ വറ്റിയ അവസ്ഥയിലാണ് കുളം. വേനലിൽ പോലും സമൃദ്ധമായി ജലം ലഭിച്ചുകൊണ്ടിരുന്ന കുളമാണിത്. മഴക്കാലത്തെ കുത്തൊഴുക്കിൽ ഏക്കലും മണ്ണും അടിഞ്ഞു നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണിപ്പോൾ. കാലാകാലങ്ങളായി കുടിവെള്ളത്തിനും കൃഷിക്കും ഈ കുളത്തെ ആശ്രയിച്ചിരുന്ന പ്രദേശവാസികൾ കുളത്തിന്റെ നിലവിലെ അവസ്ഥയിൽ പ്രതിഷേധത്തിലാണ്. തടവിളച്ചിറ എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് കുളം നവീകരിച്ച് നാടിന്റെ ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതിൽ നിന്ന് വെള്ളമെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന് തൊട്ട് താഴെ ഏലയാണ്. ഈ ഏല വയലിലേക്കൊക്കെ ഇതിൽ നിന്നാണ് വെള്ളം ഒഴുക്കിക്കൊണ്ടിരുന്നത്, കൃഷി ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ. ഇപ്പോൾ കഴിഞ്ഞ ശക്തമായ മഴയത്ത് ഇതിലേക്ക് എക്കലും കരിയിലകളും വന്ന് അടിഞ്ഞ് ഇതിൻ്റെ നീരൊഴുക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും നിലച്ച ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. സംരക്ഷണ ഭിത്തിയും കൽപ്പടവും നശിച്ചു. നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും പഞ്ചായത്തിൽ നിന്നും ഉണ്ടായില്ലെന്നാണ് പരാതി. ഇവിടുത്തെ പഞ്ചായത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, MLA എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നോക്കാമെന്ന് പറഞ്ഞു. MLA ഒരു പ്രാവശ്യം വന്ന് നോക്കിയതുവാ. പഞ്ചായത്തിൻ്റെ സ്ഥലം കൂടായിട്ട് താല്പര്യമുണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതിൻ്റെ പുറകെ ആരും പോയില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. തൃശൂർ മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളമെത്തുന്നില്ലെന്ന പരാതിയുമായി പടിഞ്ഞാറ്റുമുറി പ്രദേശവാസികൾ. വേനലിൽ മറ്റത്തൂരിൽ നിന്നെത്തുന്ന കനാൽ വെള്ളമായിരുന്നു ഇവിടുത്തുകാരുടെ ഏക ആശ്രയം. മാരാങ്കോട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി വരെ 19 കിലോമീറ്റർ നീളമാണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് ഉള്ളത്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ തുമ്പൂർമുഴി സ്റ്റോറേജ് ഡാമിൽ നിന്ന് പുറപ്പെടുന്ന വലതുകര കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ. കനാൽ ഒഴുക്കി അവസാനിക്കുന്ന ഭാഗത്താണ് ചോങ്കുളമുള്ളത്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ വേനൽക്കാലത്ത് ഈ കുളത്തിലേക്ക് കനാൽ വെള്ളം എത്തിയിരുന്നു. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിലും പരിസരത്തുമുള്ള പാടങ്ങളിൽ നെൽകൃഷിക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ കുളത്തിലെ വെള്ളമായിരുന്നു. വേനൽക്കാലത്ത് പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലും ജലവിതാനം നിലനിന്നിരുന്നതും ചോങ്കുളത്തെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ദിവസത്തോളം തുടർച്ചയായി കനാലിൽ വെള്ളം തുറന്നുവിട്ടെങ്കിലും മറ്റത്തൂരിലെ ചോങ്കുളം വരെ വെള്ളമെത്തിയില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങളൊക്കെ പുഴയിൽ പോയിട്ട് വന്നപ്പോൾ കുട്ടികളെ കൊണ്ടുപോയി കുളിപ്പിക്കണത്. ഇപ്പോൾ ഭാഗത്ത് വെള്ളമില്ല. ആ 1-2 കിണറ്റിൽ ഒരു തുള്ളി വെള്ളമുള്ളൂ. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്ന അവസ്ഥ വരുന്നത്. ഇപ്പോൾ അധികാരികൾ അതിന് വേണ്ട നടപടികൾ ഇവിടെ നമുക്ക് സ്വീകരിക്കണം. വെള്ളം എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. 2 മാസം കൂടുമെങ്കിലും ഒരു പ്രാവശ്യം വെള്ളം വന്നാൽ ഈ ഭാഗത്ത് ആവശ്യം പോലെ വെള്ളമാവും. കടുത്ത വേനലിൽ വലയുന്ന മാരാങ്കോട് പ്രദേശത്ത് വെള്ളമെത്തിക്കാൻ അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം അരീക്കോട് ആലുക്കൽ പെരുങ്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിൽ അപാകതയുള്ളതായി നാട്ടുകാരുടെ പരാതി. അപ്രോച്ച് റോഡിലെ എസ് വളവ് ഒഴിവാക്കണമെന്നാണ് പ്രധാന ആവശ്യം. ചാലിയാറിന്റെ കുറുകെയുള്ള ആലുക്കൽ പെരുങ്കടവ് പാലത്തിന്റെ പണി പൂർത്തിയായി തുടങ്ങിയപ്പോഴാണ് നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത്. അരീക്കോട് ആലുക്കൽ ഭാഗത്ത് വരുന്ന അപ്രോച്ച് റോഡ് എസ് വളവ് രൂപത്തിലാണെന്നും അതുമാറ്റി റോഡ് ഉയർത്തണമെന്നുമാണ് ആവശ്യം. എസ് വളവിൻ്റെ ഒരു ആവശ്യം ഒരിക്കലും ഇല്ല. ഒരൊറ്റ വളവിൽ തന്നെ അത് ഒരുമിച്ചെടുക്കുന്ന ഈ വടക്ക് ഭാഗത്തേക്ക് ഈ കുണ്ടിൻ്റെ ഈ കുളത്തിൻ്റെ ഭാഗത്തേക്ക്
എടുക്കാതെ വടക്ക് ഭാഗത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുളത്തിലേക്ക് ഈ ഭാഗം കൊണ്ടുവന്ന് എനിക്കറിഞ്ഞുകൂടാ. 60 മീറ്ററോളം വരുന്ന വെള്ളക്കെട്ടിൽ കരിങ്കല്ല് നിറച്ച് അതിനു മുകളിൽ നിന്ന് കെട്ടി ഉയർത്തിയ രൂപത്തിലാണ് അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം. മഴക്കാലത്ത് അടിഭാഗത്തെ കല്ലിളകിപ്പോകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. 80 മീറ്റർ വെള്ളക്കെട്ട്, ഇതിനകത്ത് അടിയിൽ മുഴുവൻ കളിമണ്ണ് ചളിയാണ്, കംപ്ലീറ്റ് കളിമണ്ണാണ്. അപ്പോൾ ഇവരാദ്യമായി ചെയ്യേണ്ട കാര്യം ഈ പണി എടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം വറ്റിച്ചിട്ട് പൈലിംഗ് നടത്തിയിട്ട് ഫില്ല് ചെയ്യണമായിരുന്നു. സൈഡ് കോൺക്രീറ്റിൽ കമ്പിയുടെ കുറവുണ്ടെന്നും ഇവർ പറയുന്നു. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ബോർഡ് പ്രമേയം പാസാക്കി അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 അരീക്കോട്. ചൂടേറിയതോടെ ഇടുക്കിയിലെ കശുവണ്ടി കർഷകർ പ്രതിസന്ധിയിൽ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കശുവണ്ടി ഉൽപാദനത്തിൽ വലിയ കുറവ് വന്നു. ഇതിനു പുറമെ കശുവണ്ടിക്ക് വില ലഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കി. മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാനമാണ് കശുവണ്ടി കൃഷി. എന്നാൽ ഇക്കുറി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കശുവണ്ടിയുടെ ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായി. കാപ്പിക്കുരുവും കുരുമുളകുമെല്ലാം വിളവെടുത്ത ശേഷമാണ് ഹൈറേഞ്ചിൽ കശുവണ്ടിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തവണ കശുവണ്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന കർഷകർ നിരാശയിലാണ്. ഈ വർഷം കടുത്ത വേനൽ ബാധിച്ചു. അതുപോലെ തന്നെ ഭൂമിയിലെ വെള്ളത്തിൻ്റെ അളവ് കണ്ടമാനം പെട്ടെന്ന് കുറയുന്ന അവസ്ഥ കൊണ്ട് കശുമാവിൻ്റെ പൂവൊന്നും പിടിക്കുന്നുമില്ല, കശുവണ്ടി ഉണ്ടാവുന്നുമില്ല. ഒരു കർഷകർ ഭയങ്കര ഒരു തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ കശുവണ്ടിക്ക് 105 രൂപയാണ് വിപണി വില. പോയ വർഷം ഇത് 290 രൂപയായിരുന്നു. വിളവെടുപ്പ് ആരംഭിക്കുന്ന കാലയളവിലാണ് സാധാരണയായി കശുവണ്ടിക്ക് ഉയർന്ന വില ലഭിക്കേണ്ടത്. വേനൽ മഴ പെയ്യുന്നതോടെ കശുവണ്ടിയുടെ നിറം മങ്ങുകയും വില കുറയുകയും ചെയ്യും. കഴിഞ്ഞ 1 മാസത്തിലേറെയായി തുടരുന്ന കനത്ത ചൂടാണ് കശുവണ്ടിയുടെ ഉൽപാദനത്തെ ബാധിച്ചത്. ചൂടേറിയതോടെ പൂവ് കൂടുതലായി കരിയുകയും കൊഴിയുകയും ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി വിനോദയാത്രയൊരുക്കി പുനലൂർ ജനമൈത്രി പോലീസ്. ആശാഭവനിലെ 20 കുട്ടികളാണ് വിനോദയാത്രയിൽ പങ്കെടുത്തത്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായി പുനലൂരിൽ പ്രവർത്തിക്കുന്ന ആശാഭവനിലെ കുട്ടികളാണ് വിനോദയാത്രയ്ക്കെത്തിയത്. ആശാഭവനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പോലീസുകാരോട് കുട്ടികൾ തിരുവനന്തപുരത്തെ മൃഗശാല കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ജനമൈത്രി പോലീസും വയോജന സംരക്ഷണ സമിതിയും ചേർന്ന് വിനോദയാത്ര ഒരുക്കി. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച യാത്ര പുനലൂർ CI KR മോഹൻദാസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ജനമൈത്രി പോലീസ് ആശാഭവനിൽ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും അവരോടൊപ്പം ചേരുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതിന് ഈ നല്ലവരായ ഒരുപാട് ആൾക്കാരുടെ സഹകരണവും പിന്തുണയൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു ആവശ്യപ്രകാരം അവർക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലുമൊക്കെ ഒരു ചെറിയ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ ജനമൈത്രി CROയും പോലീസും ഒക്കെ ചേർന്ന് നല്ലവരായ ആൾക്കാരുടെ എല്ലാവരും സഹകരണത്തോടുകൂടിയുള്ള പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജനമൈത്രി CRO SL ഷെരീഫ്, ആശാഭവൻ ഡയറക്ടർ ജോസ്, വയോജന സംരക്ഷണ സമിതി അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ കുട്ടികൾക്കൊപ്പം വിനോദയാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് 18 പുനലൂർ. പരിക്കിന്റെ പിടിയിലമർന്ന ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ആയുർവേദ ചികിത്സ തേടി തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെത്തി. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ചികിത്സയുടെ പെരുമ കേട്ടറിഞ്ഞ് 9 താരങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ചികിത്സ തുടരുന്നത്. 5000, 10,000 മീറ്ററിൽ അന്തർദേശീയ തലത്തിൽ വെള്ളി മെഡൽ ജേതാവ് ഗുർപ്രീത്, ഏഞ്ചൽ, ജെറീൽ ജോസ് എന്നിവരാണ് ആയുർവേദ ചികിത്സയ്ക്കെത്തിയ അന്തർദേശീയ താരങ്ങൾ. ദേശീയ സ്വർണ്ണ മെഡൽ ജേതാക്കളായ തെരേസ ജോസ്, ഡി ഡൊമിനിക്, അലൻ പയസ്, ഹർഡിൽസിൽ സ്വർണം നേടിയ വി ആകാശ്, വോളിബോളിൽ സ്വർണം നേടിയ ജേതാവ് MR ജയകൃഷ്ണൻ എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവിടുത്തെ ആയുർവേദ ചികിത്സയുടെ പെരുമ കേട്ടറിഞ്ഞ് എത്തിയതാണ് എല്ലാവരും. सीनियर भैया ने बताया था और मेरे को थोड़ा मेरे पेट में प्रॉब्लम चल रहा था, दर्द रहता था, तो इधर बताया. अब यहाँ पे सर के पास आया मैं और अब मैं ठीक हूँ. ചികിത്സ കഴിഞ്ഞ് പഴയ ഫോം വീണ്ടെടുത്ത് പോയവരുടെ അഭിപ്രായം കേട്ടറിഞ്ഞാണ് കൂടുതൽ പേർ എത്തിയത്. എൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഹൈ ജമ്പ് ചെയ്യുന്ന ഹിഷാം എന്ന് പറഞ്ഞത്. അപ്പോൾ അവന് നന്നായിട്ട് സുഖമായി. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ പോയിക്കോ, നല്ല ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ റെക്കമെൻഡേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. കൈനസോളജി, ടേപ്പിംഗ്, അക്യുപഞ്ചിങ്, ഡ്രൈ നീഡിലിംഗ്, കപ്പിംഗ്, ഫിസിയോതെറാപ്പി, അത്യാധുനിക ജിംനേഷ്യം കൂടാതെ സ്പോർട്സ് താരങ്ങൾക്കായുള്ള സ്പെഷ്യൽ സ്പ്രേ,
സ്പെഷ്യൽ ലേപനം തുടങ്ങിയ നിരവധി ചികിത്സാ സൗകര്യങ്ങളാണ് തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കായിക താരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്പോർട്സ് രോഗി എന്ന് പറയുമ്പോൾ അവർക്ക് ഇഞ്ചുറി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് പല വിധത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ഗൈനക്കോളജി ഇഷ്യൂസ് ഉണ്ടാവാം, കണ്ണിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഏത് ഇഷ്യൂ ആണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പാകത്തിന് ഇവിടെ 12 ഡോക്ടർമാരുടെ സേവനം ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട്, ഇവരുടെ മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഗുർപ്രീത് എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ട്, ഹരിയാനയിൽ നിന്ന് വന്നതാണ്. അവൻ കൊളംബിയയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജപ്പാനിൽ മീറ്റിൻ്റെ ഇടയ്ക്കായിരുന്നു അവന് ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ അവന് റെക്കറൻ്റായിട്ട് ആ പ്രോബ്ലം വന്നപ്പം ഇപ്പോൾ റെഫർ ചെയ്ത് ഇങ്ങോട്ട് വന്നു. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ കൺവീനറും മർമ്മ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രോഹിത് ജോൺ, പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സതീഷ് വാര്യർ, സ്പോർട്സ് ഫിസിയോളജിസ്റ്റ് ഡോക്ടർ അനുപ്രിയ മാണി, ഡോക്ടർ നീത പോൾ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കായിക താരങ്ങൾക്കായുള്ള ചികിത്സ. ന്യൂസ് 18 തൊടുപുഴ. വെളിമണ്ണ UP സ്കൂൾ നവീകരിച്ച് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും. ക്ലാസ് മുറികളും സ്കൂൾ മുറ്റവും കവാടവുമാണ് വെളിമണ്ണ നിവാസികൾ സ്വന്തം ചെലവിൽ നവീകരിച്ചത്. 95 വർഷത്തോളം പഴക്കമുള്ള വെളിമണ്ണ GMUP സ്കൂൾ മികച്ച സൗകര്യങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ജനകീയ കൂട്ടായ്മയിലാണ് സ്കൂൾ നവീകരിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളും പ്രവാസികളും ഉൾപ്പെടെയുള്ള 7 പേരും അധ്യാപകരും ചേർന്ന് സ്കൂൾ മുറ്റം ഇന്റർലോക്ക് പതിപ്പിച്ച് മനോഹരമാക്കി. 1.5 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവായത്. ഈ നാട്ടിലെ നല്ലവരായ കുറച്ച് ആളുകൾ കൂടി ഈ സ്കൂളിനെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഇന്റർലോക്ക് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ക്ലാസ് മുറികളിൽ ടൈൽ വിരിച്ചതും വയറിംഗ് പൂർത്തീകരിച്ച ഫാൻ ഉൾപ്പെടെ സ്ഥാപിച്ചതും നാട്ടുകാർ നൽകിയ തുക ഉപയോഗിച്ചാണ്. സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കാൻ നാട്ടുകാർ മികച്ച പിന്തുണയാണ് നൽകുന്നതെന്ന് PTA പ്രസിഡന്റ് അൻവർ സാദത്ത് പറഞ്ഞു. പഞ്ചായത്ത് തലത്തിലും MLA തലത്തിലുമൊക്കെ ക്ലാസ് റൂമുകളൊക്കെ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഹൈടെക് സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ടൈൽ പതിക്കേണ്ട ആവശ്യം വന്നപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളെ സമീപിച്ചു. അവർ സന്തോഷത്തോടെ ടൈൽ സ്പോൺസർ ചെയ്യുകയും 4-5 ക്ലാസ് റൂമുകൾ അതിൻ്റെ ഭാഗമായി അതിമനോഹരമാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനാധ്യാപകൻ N. അഹമ്മദ് കുട്ടി, അധ്യാപകരായ UP അബ്ദുൽ ഖാദർ, നൌഫൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് 18 വെളിമണ്ണ. കൊണ്ടോട്ടിയിൽ ആരോഗ്യ ജാഗ്രതാ പദ്ധതിയുടെ ഭാഗമായി കൂട്ടനടത്തവും ഏകദിന 5 ഫുട്ബോളും സംഘടിപ്പിച്ചു. നഗരസഭയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി നടത്തിയത്. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൂട്ടനടത്തവും 5 ഫുട്ബോളും സംഘടിപ്പിച്ചത്. പ്രതിദിനം പ്രതിരോധം, ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് എന്നീ സന്ദേശങ്ങളോടെയായിരുന്നു പരിപാടി. 5 ടൂർണമെന്റ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സഖീന ഉദ്ഘാടനം ചെയ്തു. കൂട്ടനടത്തം മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് M. വേലായുധൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ട്രോമ കെയർ വോളണ്ടിയർമാർ, ആശാ വർക്കർമാർ എന്നിവരും കൂട്ടനടത്തത്തിൽ പങ്കാളികളായി. എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഫുട്ബോൾ മത്സരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓഫീസർ M. വേലായുധൻ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചേതര വ്യാധികളെയും അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ ജാഗ്രത 2019 എന്ന പരിപാടി കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. ഇതിൽ എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി ഈ പകർച്ചവ്യാധികൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക, അവരെ അതിന് സജ്ജരാക്കുക എന്നുള്ളതാണ്. ഫുട്ബോൾ മത്സരത്തിൽ പ്രദേശത്തെ 24 ക്ലബ്ബുകൾ പങ്കെടുത്തു. ന്യൂസ് 18 കൊണ്ടോട്ടി. തെരഞ്ഞെടുപ്പ് ആവേശത്തെ പാരഡി പാട്ടുകളിലൂടെ കൊഴിപ്പിക്കുകയാണ് മൂവാറ്റുപുഴയിലെ ഒരു പറ്റം കലാകാരന്മാർ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സിനിമാ ഗാനങ്ങൾക്ക് പാരഡികൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇവർ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളും കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴയിലെ പാരഡി ഗാന രചയിതാക്കളെയും ഗായകരെയും തേടിയെത്തും. ഹിറ്റ് ഗാനങ്ങളുടെ പാരഡിയിലൂടെ ജനമനസ്സുകളിലേക്ക് ഓരോ സ്ഥാനാർത്ഥിയും എത്തിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ചും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും എതിർ പാർട്ടികളെ വിമർശിച്ചുമൊക്കെ വരികൾ എഴുതുമ്പോൾ ഈണവും താളവും തെറ്റാത്ത കൈയടക്കമാണ് ഇവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിയങ്കരരാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടുന്നത് ഈ സംഗീതം കൊണ്ടുള്ള പാരഡി, അതായത് ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്ന രീതി വന്നത് ഏതാണ്ട് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ്. ആദ്യകാലത്ത് അവിടെ ഒരുപാട് പാരഡി ഗാനങ്ങൾ എഴുതുന്ന ആളുകൾ നമ്മുടെ മൂവാറ്റുപുഴയിലുണ്ട്. അതുപോലെ നല്ല നല്ല ഗായകർ മൂവാറ്റുപുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കേരളത്തിലുടനീളമുള്ള വർക്കുകൾ അല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വർക്കുകൾ നമുക്ക് ഈ മൂവാറ്റുപുഴയിൽ തന്നെ വരുന്നത്. പേരും ചിഹ്നവും മണ്ഡലവും പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം ഇവിടുത്തെ സ്റ്റുഡിയോകളിൽ പാട്ട് റെഡിയാകും. ഒറിജിനൽ ഗാനത്തേക്കാൾ പാരഡി ഗാനങ്ങൾ ഹിറ്റാകുന്ന സാഹചര്യങ്ങളുമുണ്ട്.
ഇലക്ഷൻ കമ്മീഷൻ ഫ്ലക്സ് നിരോധനം ഉൾപ്പെടെയുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ സ്ഥാനാർത്ഥിയെയും ചിഹ്നത്തെയും ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ പാരഡികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പാടുന്നുണ്ട്. BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്. ഇതുവരെ നാടൻ പാട്ടുകളും അതുപോലെ കോൽക്കളി പാട്ടുകൾ, അങ്ങനെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ പാടുന്നുണ്ട്. അഴിമതിയും വികസന പ്രശ്നങ്ങളുമെല്ലാം പാരഡി ഗാനങ്ങൾക്ക് വിഷയമാകുന്നുണ്ട്. കോൽക്കളിപ്പാട്ടിനും നാടൻ പാട്ടുകൾക്കുമാണ് ഇത്തവണ കൂടുതൽ ആവശ്യക്കാർ. ന്യൂസ് 18 മൂവാറ്റുപുഴ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.